പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കും നമ്മൾ. ദൈവത്തിൻ്റെ കരുണ ധ്യാനിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവ്യകാരുണ്യം ദൈവകരുണയുടെ മുഖമാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ ചുറ്റുമായിരിക്കുന്ന നമ്മുടെ മേൽ ദൈവം തന്നെ കാരുണ്യം വർഷിക്കും, കരുണാർദ്ര സ്നേഹം വർഷിക്കും. അത് ഏറ്റെടുക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അത് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവകരുണ നമ്മെ അനുതാപത്തിലേക്ക് നയിക്കും. ദൈവകരുണ സഹജീവികളോട് കരുണ കാണിക്കുന്നതിന് നമ്മെ സഹായിക്കും. ദൈവകരുണ നമ്മുടെ ജീവിതം വീണ്ടെടുക്കാൻ നമ്മെ സഹായിക്കും. ഈ ചിന്തകളെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരുണയാൽ നിറയ്ക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. തന്നിൽ പ്രത്യാശ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ ഏറ്റെടുക്കാൻ സാധിക്കും. കർത്താവേ, ഞങ്ങളുടെ മേൽ മാത്രമല്ല, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് അല്പസമയം ദൈവവചനത്തിന് വെളിച്ചത്തിൽ ദൈവകരുണയെ ധ്യാനിക്കാം. ദൈവകരുണയുടെ ജപമാലയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിന്, ലോകം മുഴുവനും ദൈവം തൻ്റെ കരുണ വർഷിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ വചനമെടുത്താൽ ദൈവകരുണയുടെ ചില പ്രത്യേകതകൾ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. പുറപ്പാട് പുസ്തകം 33:19. അതുപോലെ പുതിയ നിയമം ഇതിൻ്റെ ഒരു കൂട്ടുവചനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. റോമാലേഖനം 9-ാം അധ്യായം 15-16 വചനങ്ങൾ. ഈ രണ്ട് വചനഭാഗങ്ങൾ പുറപ്പാടിൻ്റെ 33:19, റോമ 9-15-16 വചനങ്ങൾ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. പറയുന്നുണ്ട്, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൽ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിശുദ്ധ സിറിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്തവനാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. പിന്നെ നമ്മൾ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്താൽ മാത്രം മതി. അത് നമ്മുടെ തലയ്ക്കകത്തിട്ട് ഒരുപാട് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്തവൻ പറഞ്ഞ കാര്യം വിശ്വാസത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ദൈവം തൻ്റെ കരുണയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. ഇതേക്കുറിച്ച് ഒരുപാട് നമ്മൾ ബുദ്ധിയുടെ തലത്തിൽ ചിന്തിച്ച് അസ്വസ്ഥരാകുന്നതിനേക്കാൾ
വിശ്വാസത്തിലെടുത്ത് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എന്നോട്, എൻ്റെ കുടുംബത്തോട് ദൈവത്തിന് കരുണ തോന്നത്തക്ക വിധം എൻ്റെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എൻ്റെ മനസ്സ്, എൻ്റെ മനോഭാവം അതനുസരിച്ച് ഒരുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കും. ഇന്ന ഇന്ന വ്യക്തികളോട് മാത്രം എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും എന്നുള്ളത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ മുമ്പിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് മുമ്പിൽ എളിമപ്പെടുക. കർത്താവ് പറഞ്ഞത്, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും. ദൈവത്തിന് ദയ തോന്നാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം ഇതാണ്, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. അഹങ്കാരികൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ എളിമയുള്ളവരുമായിട്ട് ദൈവം പെട്ടെന്ന് അങ്ങനെയൊരു ബന്ധത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നീ നിന്നെ തന്നെ ഉയർത്തിയാൽ നീ താഴ്ത്തപ്പെടും, പക്ഷേ നിന്നെ തന്നെ താഴ്ത്തിയാൽ ദൈവത്താൽ നീ ഉയർത്തപ്പെടും. ഇത് നമ്മൾ ലൂക്ക 14:1 വായിച്ചാലും ലൂക്ക 18:14 വായിച്ചാലും ഒരേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ എളിമപ്പെടുത്തുന്നവൻ, താഴ്ത്തപ്പെടുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ദൈവത്തിന് എന്നോട് കരുണ തോന്നാൻ, ദൈവത്തിന് എന്നോട് ദയ തോന്നാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോയുടെ മുമ്പിൽ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നോട്ടത്തിലാണേലും ചിന്തയിലാണേലും സംസാരത്തിലാണേലും പ്രവൃത്തിയിലാണേലും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാൻ പറ്റും. അത് വെടിഞ്ഞ് എളിമയുള്ളവരുടെ ആ ഗണത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. അങ്ങനെയുള്ളിടത്ത് ദൈവം ഇറങ്ങി വരും, ദൈവം പ്രവർത്തിക്കും. നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ 35:21 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. വിനീതരാണ്, എളിമയുള്ളവരാണ് നമ്മളെങ്കിൽ ദൈവം നമ്മളുമായിട്ട് ബന്ധപ്പെടും. മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. അത് മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്താനുള്ള ഒരു ശക്തി അതിനുണ്ടാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പറയുണ്ട്, എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ, വിനയമുള്ളവരാകാൻ നമ്മൾ ആഗ്രഹിക്കണം. അതിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അഹങ്കാരത്തിൻ്റെ വേര് നമ്മളിൽ ഓടുന്നുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ വേര് അത് നമ്മൾ പിഴുതെറിയണം. അപ്പോഴാണ് നമുക്ക് എളിമയിൽ വളരാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിച്ചുയർത്തും എന്നുള്ളത് ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ നമുക്കൊരു വകയില്ലാത്തവരാണ് എന്നും വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ അഹങ്കരിച്ചു പോവുക. പ്രഭാഷകൻ 10:7 മുതൽ 17 വരെ വായിച്ചാൽ കുറേയേറെ കാര്യങ്ങൾ, അഹങ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പൊടിയും ചാരവുമായ മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ എന്തുണ്ട്? ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പം അറിവുണ്ട്, ദൈവം ചോദിക്കുകയാണ്, ഇത്രയും ദുർബലനായ നീ എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുക? നമുക്ക് എന്തെങ്കിലും ശക്തിയോ കഴിവോ കൃപയോ നേട്ടമോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ ആ ഒരു കൃപയാൽ സംഭവിച്ച കാര്യം. പൗലോസ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. പറയേണ്ട ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിക്കുമ്പോഴാണ് അഹങ്കാരികളായിട്ട് നമ്മൾ മാറുക. അവർക്കാണ് ദൈവകരുണയ്ക്ക് അർഹതയില്ലാതാകുന്നത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും, അതാണ് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും. പ്രാർത്ഥന ദൈവാശ്രയത്വത്തിൻ്റെ ഒരു സൂചനയാണ്. ഞാൻ
ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ ഞാൻ എളിമയുള്ള വ്യക്തിയാണ്, ദൈവാശ്രയത്വമുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവ കരുണയുടെ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. കാരണം നമ്മൾ കാണുന്നുണ്ട്, ദൈവം കരുണയാൽ സമ്പന്നമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഈ സമ്പന്നത കൈവരിക്കാൻ സാധിക്കും. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. മൂന്നാമത് ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യാശ അർപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ ദൈവകരുണയ്ക്ക് നമുക്ക് യോഗ്യതയുണ്ടാകും. ഈ പ്രത്യാശ, അതിലേക്ക് വരാൻ ഉള്ള വഴി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 4-5 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. റോമ 5:4-5 കഷ്ടത നമുക്ക് സഹനശീലം തരും, സഹനശീലം നമുക്ക് ആത്മധൈര്യം തരും, ആത്മധൈര്യം നമുക്ക് പ്രത്യാശ തരും. പ്രത്യാശ നമ്മെ നിരാശരാക്കത്തില്ല. ഇത് വലിയൊരു കാര്യമാണ്. കാരണം അടുത്ത നിമിഷം എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ എല്ലാ വിഷയത്തിനും A+ വാങ്ങിച്ചിരുന്നവർ ഇപ്പം 2-3 സപ്ലി ആയിട്ട് അവർ ആ അവസ്ഥയിൽ പോകുന്നത്. പറയുന്നുണ്ട്, ഇന്നലെ ഉണ്ടായിരുന്ന കഴിവ് ഇന്ന് ഉണ്ടാകണമെന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്ന നേട്ടം ഇന്ന് നമുക്കുണ്ടാകണമെന്നില്ല. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കഴിവ് നമ്മെ മുമ്പോട്ട് നയിക്കുന്ന ആ വലിയ അനുഭവം ഉണ്ടാവും. പറയുന്നുണ്ട്, അതിനായി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ ദൈവകരുണ പ്രാപിച്ചാൽ നമ്മുടെയൊക്കെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ കരുണയുടെ ഒരു പ്രത്യേകത. കരുണ കിട്ടിയവർക്ക് കരുണ കൊടുക്കാൻ എളുപ്പമാകും. അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്നേഹം കിട്ടിയവർക്ക് സ്നേഹം കൊടുക്കാൻ എളുപ്പമാണ്. ക്ഷമ അനുഭവിച്ചവർക്ക് പരസ്പരം ക്ഷമിക്കാൻ എളുപ്പമാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കരുണയുടെ അഭിഷേകം ലഭിക്കും, കരുണ കാണിക്കുന്നവരായിട്ട് മാറുവാൻ സാധിക്കും. അത് ലോകത്തിന് തന്നെ, നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ അനുഗ്രഹമായി മാറും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഉരുൾപൊട്ടലിൽ, ആ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും, നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമെല്ലാം ഏറ്റെടുത്ത് അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ സഹോദരമായിട്ട് സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം ഏറ്റെടുക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നേർന്നങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ അങ്ങയുടെ കരുണയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മെയും ലോകം മുഴുവനെയും ഒരിക്കൽ കൂടി പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സാലസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.